മോനെ രംഗച്ചേട്ടൻ കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും. ഒരു നപ്പ് സാധനം കിട്ടിയിട്ടുണ്ട്. നീ പറയാറില്ലേ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കാൻ കാവൽമാലാകെ പോലെ ഒരാൾ വരുമെന്ന്. അതവനാ മായാവി. കൊള്ളാലോ പടവാള്. ഇതെന്തിനാ? വെട്ടിക്കൊല്ലാൻ. ഏയ് ചുമ്മാ പേടിപ്പിക്കാൻ. വെള്ളക്കിട്ടൊരു മാടപ്രാവിന്റെ ഹൃദയമുള്ള ആളെ പോലെ ഉണ്ടല്ലോ അല്ലേ? ഓ, ഇവനും എത്തിയോ? ശത്രുക്കളുടെ എണ്ണം കൂടി വരികയാണ്. ഇനി വെച്ച് നീട്ടിക്കൂടാ. ജയിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ചുള്ള ഒരു കളി കളിച്ചത്. എന്റെ ഈ സാമ്രാജ്യത്തിന്റെ അടിത്തറ നീ എന്തെങ്കിലും കുഴിച്ചു നോക്കിയ അവിടെ കല്ലുകൾക്ക് പകരം എനിക്ക് തട നിന്നവരുടെ തലയോട്ടികൾ കാണാം. ഞങ്ങളുടെ ദൈവം തടുക്കും. റോക്കി, അവനെയും ഞാൻ തന്നെ ഭസ്മമാക്കും. ഒളിച്ചിരിക്കാതെ പുറത്തേക്ക് വാ. നീ ആരാ എന്നോട് ആജ്ഞാപിക്കാൻ? നിന്നെ തളച്ച് പ്രതികാരം ചെയ്യാൻ വന്നവൻ. ഉറപ്പിക്കാമോ? എന്നാ തോമം മുടിയൊന്ന് നീട്ടി വളർത്തും. SI സോമം പിള്ളയ്ക്ക് ചെരക്കാൻ. ഒരെണ്ണം ഒരെണ്ണമല്ല രണ്ടെണ്ണം. സൽസയ്ക്ക് എന്താ കൊമ്പുണ്ടോ? ഈ സ്ഥലത്തിന് എന്താ വാലുണ്ടോ? രതീഷ് കൊണ്ടുവന്ന് കാണിച്ചു തരും. ഈ കൗട്ട രതീഷ് കൊണ്ടുവന്ന് കാണിച്ചു തരും. പ്രേതം വന്നാലും ഭൂതം വന്നാലും രതീഷിന് പുല്ല്. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ. ഇന്ന് നിന്റെ അവസാനമാടാ. നിനക്ക് പേടിയേണ്ടി വരണ്ട, ഞാൻ പോവാണ്. ഇവിടെ നിന്ന് ഈ തമിഴന്മാരെന്നെ കൊല്ലും, അവിടെ ചെന്ന അവന്മാരെന്നെ കൊല്ലും. എന്തായാലും മരണം ഉറപ്പായി. ചത്ത കിളിക്ക് എന്തിനാടാ കൂട്? എന്നോട് ചിഹ്നം വിളിക്കാൻ നിൽക്കുമ്പോ മിനിമം ഉരുക്കിന്റെ ചങ്ക് വേണം. നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മുടെ കൺമുൻപിൽ വെച്ച് നമ്മളെ വിട്ടുപിരിയുമ്പോൾ അവരെ ഒന്ന് രക്ഷിക്കാൻ പോലും കഴിയാതെ നിസ്സഹായനായി നിൽക്കുന്നവന്റെ മനസ്സിലുള്ള വേദന, ആ വേദന ഞാൻ അനുഭവിച്ച പോലെ നീയും അനുഭവിക്കും. ഈ പ്രോഗ്രാം തന്റെ അവസാനത്തെ കച്ചിത്തുരുമ്പാണെന്ന് എനിക്കറിയാം. തോറ്റു പോകരുത്. ഞാൻ ജയിക്കും സാർ. എനിക്ക് ജയിച്ചല്ലേ പറ്റൂ. ദൈവം എന്ന് പറയുന്ന ആളുണ്ടല്ലോ, നമ്മൾ മനുഷ്യന്മാരായിട്ട് ചില കളികൾ കളിക്കും. നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോൾ പുള്ളി അപ്പം തന്നെ അതെടുത്ത് കുറച്ച് ദൂരത്തേക്ക് മാറ്റി വെക്കും. എന്നിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പുള്ളി അത് കുറച്ചുകൂടെ ദൂരത്തേക്ക് എടുത്ത് മാറ്റി വെക്കും. എന്നിട്ട് ഈ സെയിം കളി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്തിനാണെന്നറിയാമോ? നമുക്കത് നേടാനുള്ള ആവേശം കൂടാനും നേടിക്കഴിയുമ്പോൾ ആ നേടിയതിന്റെ വില നമുക്ക് മനസ്സിലാക്കി തരാനും വേണ്ടിയിട്ടാണ്. കിട്ടിയാ കിട്ടി, പോയാ പോയി. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ ഞാൻ. ഒറ്റയ്ക്ക് വന്നവനെ കളിയാക്കുന്നോളാം. വെറുതെ മത്സരിക്കാൻ നിൽക്കണ്ട, നീ തോറ്റു. കാരണം നിനക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനത് പണ്ട് ഉപേക്ഷിച്ചതാണ്. ഇനി വിട്ടുകൊടുക്കൂല. നമ്മളും വിട്ടുകൊടുക്കൂല. അവനെ എങ്ങനെയെങ്കിലും കൊന്നു കളഞ്ഞിട്ട് ആ കോളനി എനിക്ക് സ്വന്തമാക്കണം. ഇവിടെ വീണ്ടും എനിക്ക് ഭരിച്ചേ മതിയാവൂ. എന്ത് ചെയ്യണം ഞാൻ അതിനു വേണ്ടി? എല്ലാം പോയി എനിക്ക്. അവസരം കിട്ടിയ തിരിച്ചു പിടിക്കും. അതിനൊരവസരം ഞങ്ങൾ തരൂല. ഒരു മിനിറ്റേ. എന്താ ഉറക്കം വരുന്നു? പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത? ചത്ത്. ഗുഡ് നൈറ്റ് അവിടെ സാർ. ഗുഡ് നൈറ്റോ? ഗുഡ് മോർണിംഗ് ആയി സാർ. മണി 5 ആയി. 5 മണിയായോ? അതെ. മൈ ഗോഡ്. കുറച്ച് സമയം പോയി കിടന്ന് ഉറങ്ങടോ. ഇനി എന്ത് ഉറങ്ങാൻ? എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും ആ ചെറുപ്പക്കാരന്റെ മാതാപിതാക്കളുടെ മുന്നിൽ അയാൾക്ക് തല ഉയർത്തി നടക്കാനാവില്ല. കനകമ്മേ, കഞ്ഞിയാകുമ്പോ വിളിച്ചാ മതി. കുളി കഴിഞ്ഞപ്പോ ഒരു തളർച്ച. നീ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ. നാളെ രാവിലെ എന്നിട്ട് തല്ലുകൊള്ളാൻ പോകേണ്ടതാ. സത്യം. കഥ ഇനി അവസാനിച്ചിട്ടില്ല. ഈ ക്ലൈമാക്സിന്
ഒരു ടൈലന്റ് കൂടി ഉണ്ടായി. ഒരുങ്ങിക്കോ, മാണിക്കായിട്ടുള്ള അംഗത്തിന് ഒരുങ്ങിക്കോ. അമ്മ എല്ലാത്തിനും പറഞ്ഞോട്.